റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനെതിരെ വീണ്ടും കുടുംബം. സിദ്ധാർത്ഥ് മരിച്ച് 2 വർഷം പൂർത്തിയാകുമ്പോഴും നീതി ലഭിച്ചിട്ടില്ല. മരണത്തിൽ ആരോപണ വിധേയരായ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്തിട്ടുണ്ട്. ഇരുവരും കൊലപാതകത്തിന് കൂട്ടുനിന്നവരാണെന്ന് കുടുംബം പറയുന്നു. സർക്കാർ തങ്ങൾക്കൊപ്പം നിന്നില്ല, നീതിക്കായുള്ള പോരാട്ടത്തിന് തടയിട്ടെന്നും കുടുംബം ആരോപിക്കുന്നു. നീതി കിട്ടിയെന്ന് പറയാൻ ഉള്ള അവസ്ഥയിലല്ല. അപ്പോൾ ഈ 19 പ്രതികളെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടി സർക്കാർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളോടൊപ്പം എന്ന് എല്ലാവർക്കൊപ്പം എന്ന് പറയുന്നുണ്ടെങ്കിലും ഏതൊക്കെ തരത്തിൽ അതിനെ എതിർത്ത് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് അവർ, അല്ലാതെ കൊലക്കുറ്റത്തിന് കൂട്ടുനിന്നവരാണ്. അത് നേരിട്ട് കണ്ടിട്ട് എല്ലാ തെളിവുകളും നശിപ്പിക്കുകയും ചെയ്തവരാണ്. എല്ലാവരും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നും. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട ശിക്ഷ ഇതല്ല. ഇങ്ങനെ ഇത്രയും ചെറിയ രീതിയിലുള്ളൊരു ശിക്ഷ, അല്ലെങ്കിൽ തരം താഴ്ത്തൽ, ഒരു ട്രാൻസ്ഫറിൽ ഒതുക്കിയാൽ ഇനിയും വീണ്ടും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കൊപ്പം സാന്ത്വന സജു ഉണ്ട്. സാന്ത്വന, ഗുഡ് മോർണിംഗ്. സാന്ത്വന, സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നതാണ് ഇപ്പോഴും കുടുംബം പറയുന്നത്. നമ്മളെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. ഒരു കുട്ടി റാഗിങ്ങിനിരയായിട്ട് മരിക്കുക, അതിനു പിന്നിൽ പിന്നെ സംവിധാനങ്ങളെല്ലാം അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കുടുംബം പറയുന്നത്. ആ കണ്ണീരുണങ്ങിയിട്ടില്ല അല്ലേ സാന്ത്വന? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥിന്റെ മരണം നടന്നിട്ട് ഇന്നിപ്പോൾ 2 വർഷം ഇരിക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ കുടുംബം ഇപ്പോഴും പറയുന്നത് അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ സിദ്ധാർത്ഥിനെ വളരെ ക്രൂരമായി റാഗ് ചെയ്ത 19 വിദ്യാർത്ഥികളുണ്ട്. 19 പേരാണ് ഇതിലെ പ്രതികളായിട്ടുള്ളത്. ആ 19 പേരും ഇപ്പോഴും കോളേജിന് പുറത്ത് തന്നെ നിൽക്കുകയാണ്. അവർക്ക് മറ്റ് കോളേജിൽ അവരെ ആജീവനാന്തം കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വർഷം പഠന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർക്ക് 3 വർഷത്തേക്ക് പഠിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ തന്നെ 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 1 വർഷം കൂടി കഴിയുമ്പോൾ അവർക്ക് പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കാം. അത് മാത്രവുമല്ല, ഡീനും അസിസ്റ്റന്റ് വാർഡനും ഉണ്ട്. ഈ 2 പേരും ഇതിലെ പ്രതികൾ തന്നെയാണ് എന്നാണ് കുടുംബം പറയുന്നത്. കാരണം ഈ 19 വിദ്യാർത്ഥികളുടെയും ഈ ക്രൂരമായ പീഡനങ്ങൾക്ക് സിദ്ധാർത്ഥ് ഇരയാകുമ്പോൾ അത് നോക്കി നിൽക്കുകയും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുകയും തെളിവ് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഈ ഡീനും അസിസ്റ്റന്റ് വാർഡനും ചേർന്നിട്ടാണ്. പക്ഷേ അവരെ തിരികെ ജോലിയിലേക്ക് എടുത്തു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളുകളാണ് ഇവരും. പക്ഷേ അവരെ ജോലിയിലേക്ക് തിരിച്ചെടുത്തത് വളരെ വലിയ നിയമലംഘനമാണ്. തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. നിലവിൽ എന്തായാലും ഈ കേസ് അന്വേഷിക്കുന്നത് CBI ആണ്. CBI കേസ് അന്വേഷിക്കുമ്പോൾ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും കുടുംബം പറയുന്നുണ്ട്. അത് മാത്രമല്ല അരുൺ, ഈ തുടക്കം മുതൽക്ക് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് തങ്ങൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പമാണ്. ഈ SFIക്കാരായ 19 പ്രതികളെ ഉൾപ്പെടെ തങ്ങൾ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ട് തുടക്കം മുതൽക്ക് തന്നെ സർക്കാർ അവരെ തിരിച്ചെടുക്കാനും അവരെ സംരക്ഷിക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നതെന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം കൂടി എന്തായാലും സർക്കാരിനെതിരെയും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് തന്നെ പോകും. പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നത് വരെ തങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യമാണ് അരുൺ എന്തായാലും കുടുംബം നിലവിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ സാന്ത്വനയാണ് വിവരങ്ങൾ നൽകിയത്.